ഹായ് ഹലോ. അപ്പം മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ സംതിങ് സ്പെഷ്യൽ. ഞങ്ങളെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് അതായത് എൻ്റെ നിലൂസ് ലിറ്റിൽ വേൾഡിലേക്ക് ഒരു ലിറ്റിൽ കുട്ടി വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാ. ഞാൻ കാക്ക മോന് അടങ്ങുന്ന ഞങ്ങളെ കുഞ്ഞു കുടുംബത്തിലേക്ക് ഒരു ബേബി വരാൻ പോകുന്നത്. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വ്ളോഗായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക, റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ. പിന്നെ ഈ കാര്യം നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. സംഭവം ഒന്നും വേറെ ഒന്നുമല്ല, ഞങ്ങളറിയാനും കുറച്ച് ലേറ്റായിപ്പോയി, അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ റിസൾട്ട് പോസിറ്റീവായ കാര്യങ്ങളോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയതും മോനോട് ഈ കാര്യം ഞാൻ പറഞ്ഞതും അതൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞാൻ ഒരു കാർഡൊക്കെ വാങ്ങി നോക്കി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 2 ലൈനൊക്കെ വന്നപ്പം പോസിറ്റീവാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കാർഡൊന്ന് മോനെ കാണിച്ച് നോക്കാം, എന്താണ് മോൻ്റെ റിയാക്ഷൻ എന്നറിയാം. പോയി നോക്കട്ടെ, അവർക്ക് ഇതെന്താ അറിയുമെന്ന് അറിയില്ല, നോക്കാം, എനിക്ക് നോക്കി നോക്കാം. അങ്ങനെ മോനക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മോൻ ആദ്യം ചോദിക്കും എന്താ അമ്മ അത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ അങ്ങനെ പറയുകയാണ്, മോനെ ബേബി വരാൻ പോവുകയാണ്, ബേബി വരാൻ പോകുന്നതിൻ്റെതാണിത് കാണുന്നത് എന്നൊക്കെ. അവന് സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴാട്ടോ ഞാനിതിങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യും, ഇതെന്താ സാധനം, ഇതെന്താ അമ്മ, ഫുൾ ഡൗട്ടാണ്, എന്തൊക്കെയാന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ പറയുന്നുണ്ട് ബേബി വരാൻ പോവുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നോക്കുകയാണ്. ഞാൻ പറയിട്ട് ഇതാ കണ്ടില്ലേ നമ്മളെ വീട്ടിൽ ബേബി വരാൻ പോവുകയാണ്. പിന്നെ അതറിഞ്ഞപ്പോൾ അവൻ്റെ ഹാപ്പിനെസ്സാണ് ഈ കാണുന്നത്. സന്തോഷമായിട്ട് ചാടി കളിക്കുകയാണ്. മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾ അവന് സ്കൂൾ വിട്ട് വന്നപ്പം ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് നിങ്ങളിത് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് മറ്റാൾ വരുന്നത്. ബേബീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോവാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഓനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്താനായി. ആഫ്റ്റർനൂണാണ് ഞങ്ങൾക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈം ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവിടുന്ന് ഡോക്ടറെ കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കാനിങ് എടുക്കുന്നിടത്തേക്ക് പോവാണ്. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ സ്കാനിങ്ങൊക്കെ എടുത്ത് കഴിഞ്ഞു. സ്കാനിങ് റിസൾട്ട് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാം. അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടൊക്കെ പോയി. എന്നിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടി. പിന്നെ ഡോക്ടറെ അത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോകുന്ന പോക്കിൽ വീണ്ടും വിശപ്പിൻ്റെ വിളി. അപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ടീ ഷോപ്പിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചായ കുടിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഭയങ്കര ടയേർഡായി. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ പ്രഗ്നൻസി ജേണി. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ വ്ളോഗായിട്ട് വരും. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.